സാർ, ഈ KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള ഒരു ശ്രമമല്ല, അവരുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പം ആൻ്റണിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാം, പലരുടെയും പേരുകൾ കേട്ടിരുന്നു. കെ മുരളീധരൻ, അടൂർ പ്രകാശ്, അത്തരത്തിൽ പല പേരുകളും നമ്മൾ കേട്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഉള്ള തീരുമാനമാണ് ഇപ്പോൾ ആൻ്റണിയെ കൊണ്ടുവരാൻ. ഒരു ക്രിസ്തീയ വോട്ടുകൾ സമാഹരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? KPCC പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായും ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തരപരമായിട്ടുള്ള കാര്യമാണ്. അത് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ആഭ്യന്തര കാര്യമാണ്. പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ചർച്ചകളുടെയോ അതല്ലെങ്കിൽ അവരുടെ കൂട്ടായിട്ടുള്ള അഭിപ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ആ തരത്തിൽ ഒരു പാർട്ടി പ്രസിഡന്റിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക, അതല്ലെങ്കിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വങ്ങൾ തീരുമാനിക്കുക എന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ്സിനകത്ത് കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളിലും അതിൻ്റെ അകത്തുനിന്ന് തന്നെ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയുള്ള പ്രവർത്തകർക്ക് വലിയ വിയോജിപ്പും അവരുടെ എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് KPCC നേതൃത്വമാണെങ്കിലും UDFൻ്റെ നേതൃത്വമാണെങ്കിലും പല സാമൂഹിക വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ അത് പൊതുവായി ജനങ്ങളെ സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു വലിയ അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ അത് സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് എക്കാലത്തും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നമ്മളുടെ മുന്നിൽ കാണുന്ന പല കാലഘട്ടങ്ങളിലെ കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ചർച്ചകൾ നടന്ന് വാർത്താമാധ്യമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അതെല്ലാം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് ഒരു ഇരട്ടത്താപ്പ് നിലപാടാണെന്ന് ആ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ MPയെ സംബന്ധിച്ചാണെങ്കിലും ഇവിടുത്തെ UDF നേതൃത്വമാണെങ്കിലും ഒക്കെ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ, അവരുടെ അവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിൽ, അവരെ ഒന്നും സമൂഹത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ എതിർപ്പ് ആ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. മുനമ്പം വിഷയം എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. കേരളത്തിൽ 500-600 കുടുംബങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതൊരു സാമൂഹിക വിഷയം കൂടിയാണ്. അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം, UDF നേതൃത്വം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശമാണ് അവർ സമൂഹത്തിന് നൽകിയത്. ഇപ്പോൾ അടുത്ത സമയത്ത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമുണ്ട്. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അവർ നടത്തിയ ഒരു ട്വിറ്റർ ഹാൻഡിലെ അവരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആദ്യം അവർ പറഞ്ഞു 370 വകുപ്പ് എടുത്തു കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ്സുകാർ എത്രയോ കാലങ്ങളായി കാശ്മീരിൽ നടത്തുന്ന തെറ്റായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് കാലങ്ങളായി ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാർ എത്രയോ കാലം ഇന്ത്യ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് അവർ തെറ്റായി പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. മറ്റൊന്ന്, ഇതിനെ ഭീകരവാദ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്നതിന് പകരം അതിന് വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ AICC നേതൃത്വത്തിന് തന്നെ പരസ്യമായി അവർക്കൊരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഇനി മുതൽ KPCC നേതൃത്വത്തിലോ മറ്റു നേതൃത്വങ്ങളിലോ ഇരിക്കുന്ന ആളുകൾ അഭിപ്രായം പറയരുത്, അഖിലേന്ത്യാ നേതൃത്വമാണ് പഹൽഗാം വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്ന് അവർക്ക് ഔദ്യോഗികമായി കുറിപ്പിറക്കേണ്ടി വന്ന ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് തീവ്രവാദാക്രമണത്തിനും ഭീകരവാദാക്രമണത്തിനും വിധേയനുള്ള ശ്രീരാമേന്ദ്രൻ എടപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേരളത്തിൽ എത്രയോ ചർച്ച ചെയ്തിട്ടുള്ള വിഷയത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ മനസ്സ് മുഴുവനും ഒരു രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ വികാരത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിനകത്ത് KPCC നേതൃത്വം എടുക്കുന്ന നടപടികളിലും നിലപാടുകളിലും അതിനകത്ത് തന്നെ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിയുന്നു. ഒരുപക്ഷെ അവർ അതിൻ്റെ ഒരു തിരിച്ചറിയൽ. പലപ്പോഴും നമ്മൾ ഈ CPM എടുത്ത് പരിശോധിച്ചാൽ ഈഴവ വോട്ടുകൾ നിർണായകമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം മുൻപ് വരെ. പക്ഷേ ഈ CPM എടുക്കുന്ന ന്യൂനപക്ഷ പ്രീണന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഈഴവ വോട്ടുകൾ ബൾക്കായി BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവരികയും ഒരു ഈഴവ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അത്തരം ഒരു നീക്കം നടത്തി. പക്ഷേ ഇപ്പോൾ അത് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ മുനമ്പം വിഷയം അടക്കം വന്നപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം ഒന്നാകെ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു. അതിനെ തടയേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ആൻ്റണിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ് സാധിക്കും. ഈ ഒരു സ്ട്രാറ്റജി എത്രമാത്രം വിജയകരമായി തീരും? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അവരാണ് സ്വാഭാവികമായിട്ട് അവർ രൂപപ്പെടുത്തേണ്ടത്.
ബി ജെ പി കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ളൊരു നിലപാട് എല്ലാ സമൂഹത്തിനോടും തുല്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ആളുകളും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായി ബി ജെ പിക്കെതിരായി നിരന്തരമായി ബി ജെ പി നേതൃത്വത്തിനെതിരായി ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായി ശ്രീ നരേന്ദ്രമോദിജിക്കെതിരായി നിരന്തരമായിട്ടുള്ളൊരു വ്യാജ പ്രചരണം കേരളത്തിൻ്റെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം എത്രത്തോളം വിലപ്പോയിട്ടുണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രചരണങ്ങൾ ജനങ്ങൾ തൃണവൽഗണിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായത്. 16% നിന്ന് 20%-ലേക്കും 21%-ലേക്കും ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തേക്ക് കടന്നു വന്നു. തൃശ്ശൂരിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അപ്പുറത്ത് ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക മാറുകയാണ്. സ്വാഭാവികമായും കേരളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്, UDFൻ്റെ ഭാഗമാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നൊരു രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള പിന്നോട്ട് പോക്കുണ്ടായിരിക്കാൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെ അത് പ്രത്യക്ഷത്തിൽ കാണുകയാണ് ജനങ്ങൾ. അത് സാമൂഹികപരമായിട്ട് ഇപ്പോൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികളുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ, അത് ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും ഇനി അംഗൻവാടി അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവകലാശാലകൾ കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റായി മാറുകയാണ്. പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഫണ്ട് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര ഫണ്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു യാതൊരു തരത്തിലുള്ള ലോഭവും കൂടാതെ പിന്തുണ നൽകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ബി ജെ പിയുടെ ഗവൺമെൻറ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്, നേരിട്ട് അനുഭവിക്കാൻ. ഉദാഹരണത്തിന് വീടുകൾക്ക് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കക്കൂസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചരണമുണ്ടായി. അതൊരു തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രചരണത്തിനുള്ള സാധ്യതയായി ഇടതുപക്ഷ ഹാൻഡിലുകളും കോൺഗ്രസ് എല്ലാം സ്വീകരിച്ചു. പക്ഷേ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സാധാരണ ദൈനംദിന തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, പെൻഷൻ യോജനകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതെല്ലാം ജനങ്ങൾ നേരിട്ടറിയുകയാണ്, അവർക്കതിൻ്റെ അനുഭവങ്ങൾ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ബി ജെ പിക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ബി ജെ പിക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു സമൂഹം മാറുന്നു എന്നുള്ളതല്ല, മുഴുവൻ സമൂഹവും ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പരമ്പരാഗതമായി അവരെ പിന്തുണക്കുന്നു എന്നവർ വിചാരിക്കുന്ന സമൂഹങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈഴവ വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും നായർ വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും NSSനെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതല്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുക. ആ തിരിച്ചറിവുകൾ കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന്, രാഷ്ട്രീയ മാറ്റത്തിന് അതിൻ്റെ ഭാഗമായി മാറുന്നതിന് കാരണമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ടമായിട്ടുള്ളത്. അത് സ്വാഭാവികമായും ജനങ്ങൾ മാറുമല്ലോ ഒരു സുശക്തമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ ശശി തരൂരിനെ പോലുള്ള ആളുകൾ, അവർ കേന്ദ്ര ഗവൺമെൻറ് കാശ്മീരിലെടുക്കുന്ന നിലപാടുകൾ പ്രകീർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പഹൽഗാമിൽ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ പങ്കിനെ തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട ഒരാളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തെ ചില മന്ത്രിമാർ, ചില നേതാക്കന്മാർ ചില തെറ്റായ പ്രചരണങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സംസ്ഥാനത്തെ സഹായിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളുമായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എത്രയോ ആളുകൾ അങ്ങനെ സൂചിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു പൊതുസമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണ്. ആ പൊതുസമൂഹത്തിലുണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായും ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് അതുകൊണ്ട് ഉയരുകയാണല്ലോ. കേരളത്തിൽ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് താഴോട്ട് പോവുകയല്ല, അത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. MP ജയിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സാധാരണക്കാരിൽ വരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്.